ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതും ഇനി വരാനിരിക്കുന്നതുമായ OTT റിലീസുകളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് ടു മെൻ ആർമി. 2024 റിലീസ് ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസും ഷഹീൻ സിദ്ദിഖുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലറായ ടു മെൻ ആർമിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നിസാറാണ്. മറ്റാരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമ്പന്നനായ ഒരു വ്യക്തിയും ഇദ്ദേഹത്തിന് പണം തട്ടിയെടുക്കാനെത്തുന്ന മറ്റൊരാളും തമ്മിലുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. മെയ് മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചെറു മലയാളം മൂവിയാണ് വാഴ 2. ഹാഷിർ, അലൻ, അജിൻ ജോയ്, വിനായക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാവിൻ SA സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് വാഴ 2. അജു വർഗീസ്, വിജയ് ബാബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. കേവലം 10 കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി രൂപയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നും മെയ് 15 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തമിഴ് മൂവിയാണ് ലീഡർ. ലെജൻഡ് ശരവണ നായകനായി RS ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത് 2026 ഏപ്രിൽ 3 തിയേറ്ററുകളിലെത്തിയ ഒരു ആക്ഷൻ സിനിമയാണ് ലീഡർ. ഈ സിനിമയിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ബന്ധത്തിന്റെ കഥയാണ്. ഷ്യാം, ആൻഡ്രിയ ജർമിയ, പായൽ രജ്പുത്, ലാൽ, അമൃത അയ്യർ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 1 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് വെബ് സീരീസ് ആണ് എക്സാം ദ സിസ്റ്റം എക്സ്പോസ്ഡ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെയും മത്സര പരീക്ഷകളിലെയും അഴിമതികളെ പ്രമേയമാക്കി ദേശീയ പുരസ്കാര ജേതാവ് A. സർഗുണം സംവിധാനം ചെയ്ത ഈ സീരീസിൽ തുഷാര വിജയൻ, അതിഥി ബാലൻ, അബ്ബാസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. 2026 മെയ് 15 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് രാഗാസ. സംഗീത് ശോഭൻ, നയൻ സരിക എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി. മാനസ ശർമ്മ സംവിധാനം ചെയ്തൊരു ഹൊറർ ഫാന്റസി കോമഡി ത്രില്ലറാണ് രാഗസ. 2026 ഏപ്രിൽ 3 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 1 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് TN 2026. ഉപാമതി രാമയ്യയുടെ സംവിധാനത്തിൽ നട്ടി നട്രാജ് പ്രധാന വേഷത്തിലെത്തിയൊരു പൊളിറ്റിക്കൽ മൂവിയാണ് TN 2026. ഒരു സാധാരണ കച്ചവടക്കാരനിൽ നിന്നും തമിഴ് സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറായി മാറുന്നതും പിന്നീട് പ്രശസ്തിയും സ്വാധീനവും ഉപയോഗിച്ച് അയാൾ 2026 തമിഴ്നാട് നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, ഷോർട്ട് ഫ്ലിക്സ്, ആഹ OTT പ്ലാറ്റ്ഫോം എന്നീ OTT പ്ലാറ്റ്ഫോമുകളോടെ ഉടനെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് ലൈക്ക. ഉപ്പുമുളകും ഫെയിം, ബിജു സോപാനം, നിഷ സാരംഗ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി 2023 റിലീസ് ചെയ്ത സിനിമയാണ് ലൈക്ക. ഷാൻ തുളസീധരൻ സംവിധാനം ചെയ്തൊരു ഫാമിലി കോമഡി ഡ്രാമ ഫിലിമാണ് ലൈക്ക. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. മെയ് മാസം 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. മറ്റൊരു മലയാളം മൂവിയാണ് ആട് 3. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ ബോൾക്കാട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തൊരു ഫാന്റസി കോമഡി ചിത്രമാണ് ആട് 3. തിയേറ്ററിൽ നിന്നും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5 ആണ്. മെയ് മാസം 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു കുപ്രസിദ്ധ ഗുണ്ടത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററി സീരീസാണ് ലോറൻസ് ഓഫ് പഞ്ചാബ്. ലോറൻസ് ബിഷ്ണോയി ഒരു സാധാരണ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയപ്പെടുന്ന ക്രിമിനലുകളിൽ ഒരാളായി ലോറൻസ് ബിഷ്ണോയി വളർന്നത് എങ്ങനെയെന്നാണ് ഈ സീരീസ് നമുക്ക് കാണിച്ചു തരുന്നത്. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ജാപ്പനീസ് മൂവിയാണ് സ്ട്രേറ്റ് ടു ഹെൽ. ജപ്പാനിലെ പ്രശസ്തയും വിവാഹ നായികയുമായ ഭാഗ്യം പറഞ്ഞ സ്ത്രീ കുസാക്കോ ഹുസാക്കിയുടെ ജീവിതകഥയാണ് ഈ സിനിമയുടെ പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ജാപ്പനീസ് കൂടാതെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലൂടെയും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസാണ് 28 Years Later ദ ബോൺ ടെമ്പിൾ. 28 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ തകർത്തിട്ട് പോയ റേഞ്ച് വൈറസ് അതിജീവിച്ച മനുഷ്യർ വൈറസ് ബാധിച്ചവരെക്കാൾ ഭയാനകമായ പുതിയ ആചാരങ്ങളിലേക്കും ക്രൂരതകളിലേക്കും നീങ്ങുന്നതാണ് ഈ സീരീസിന്റെ പ്രമേയം. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സീരീസിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി. അതിവിശേഷ്, മൃണാൾ താക്കൂർ, അനുരാഗ് കശ്യപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാനിൽ ഡിയോ സംവിധാനം ചെയ്തൊരു ആക്ഷൻ റൊമാൻറ്റിക് ക്രൈം ത്രില്ലർ മൂവിയാണ് ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. മെയ് മാസം 8 മുതൽ തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു തമിഴ് മൂവിയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി, SJ സൂര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്തൊരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ലവ് ഇൻഷുറൻസ് കമ്പനി. ഈ മൂവിയുടെ ബഡ്ജറ്റ് 60 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 51 കോടിയുമായിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മെയ് 8 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ബൈക്കർ. അഭിലാഷ് റെഡ്ഡി കങ്കരയുടെ സംവിധാനത്തിൽ ചർവാനത്ത് മാളവിക നായർ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഒരു സ്പോർട്സ് ഡ്രാമ ഫിലിമാണ് ബൈക്കർ. ഈ മൂവിയുടെ ബഡ്ജറ്റ് 45 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 18 കോടിയുമായിരുന്നു.
നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 1 മുതൽ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.